ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെനിട്രൻസിനെ കുറിച്ചാണ്. ഓക്കെ, ജനറ്റിക്സിലെ പെനിട്രൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പെനിട്രൻസ് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പുള്ള ആളുകളിൽ എത്ര ശതമാനം ആളുകൾ അതിന്റെ എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് കാണിക്കുന്നു എന്നുള്ളതിന് എന്ത് പറയാ, പെനിട്രൻസ് പറയാം. അതായത് ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പുള്ള ആളുകളിൽ എത്ര ശതമാനം ആളുകൾ ആ എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് കാണിക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യാം, പെനിട്രൻസ് പറയാം. ഓക്കെ, അതായത് ഒരു പ്രത്യേക ജീനോടൈപ്പുള്ള ഒരു കൂട്ടം ആളുകളിൽ എല്ലാവരും എന്ത് ചെയ്തോളന്നില്ല, ആ സ്വഭാവം അതിന്റെ എക്സ്പെക്റ്റഡ് സ്വഭാവം കാണിച്ചോളണം എന്നില്ല. ഓക്കെ, അതായത് ഒരു കൂട്ടം ആളുകളിൽ എന്തുണ്ട്, എല്ലാവർക്കും സെയിം ജീനോടൈപ്പ് ആണെങ്കിൽ അതിലെല്ലാരും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ ക്യാരക്ടർ കാണിച്ചോളുന്നില്ല. കുറച്ച് ആളുകൾ മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ കാണിക്കോളും. ഈ പെനിട്രൻസ് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്, കംപ്ലീറ്റ് പെനിട്രൻസ് ഉണ്ട്. കംപ്ലീറ്റ് പെനിട്രൻസ് എന്താണ് ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പുള്ള 100% ആളുകൾ എന്ത് ചെയ്യാണ്, അതിന്റെ എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് കാണിക്കുകയാണെങ്കിൽ, അതിന്റെ പ്രതീക്ഷിക്കുന്ന സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, കംപ്ലീറ്റ് പെനിട്രൻസ് എന്ന് പറയും. അതായത് നമ്മളിപ്പം ഒരു 100 സീഡ് നമ്മൾ ഉണ്ട്, ഓക്കെ, ഒരു 100 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആ 100 പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് എന്താണ്, അത് റൗണ്ട് സീഡ് തരാനുള്ള ജീനോടൈപ്പ് ആണെങ്കിൽ ആ 100 പ്ലാന്റ് എന്ത് ചെയ്യാണ്, റൗണ്ട് സീഡ് തരാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, അതിനെ കംപ്ലീറ്റ് പെനിട്രൻസ് വിളിക്കും. സോ അതായത് ഈ 100 പ്ലാന്റ്സ് എന്തായിരിക്കും ഉണ്ടാവുക, അതിലെന്തുണ്ടായിരിക്കും, ഡോമിനന്റ് 6 ഉണ്ടായിരിക്കും. ഓക്കെ, ഡോമിനന്റ് 6 ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജീനോടൈപ്പ് എന്ത് ചെയ്യുന്നത്, റൗണ്ട് സീഡ് എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 100 പ്ലാന്റ് എന്ത് ചെയ്യണം, അതിലെ എന്ത് കാണിക്കും, റൗണ്ട് സീഡ് കാണിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് പെനിട്രൻസ് ആണ്. ഇനി ചില കേസ് ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് ഉണ്ട്. ഓക്കെ, ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് പറയും. ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സെയിം ജീനോടൈപ്പുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നില്ല, അതിന്റെ എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് കാണിക്കുന്നില്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, നമ്മളെന്ത് വിളിക്കും, ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് വിളിക്കും. അതായത് ഒരു ജീനോടൈപ്പുള്ള എല്ലാ ആളുകളും അതിന്റെ എക്സ്പെക്റ്റഡ് ഫീനോടൈപ്പ് കാണിക്കുന്നില്ലെങ്കിൽ അതിനെന്ത് വിളിക്കും, ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണെന്ത്, നമ്മളെ പോളിഡാക്ടിലിൻ ഇൻ ഹ്യൂമൻസ്, അതായത് എക്സ്ട്രാ ഫിംഗേഴ്സ്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാരെ കാണാറുണ്ട് 6 ഫിംഗേഴ്സ് ഉള്ള ആളുകളെ കാണാറുണ്ട്. ഇതിനെന്ത് വിളിക്കുക, പോളിഡാക്ടിലി ഇൻ ഹ്യൂമൻസ് വിളിക്കുക. അതെന്താണ്, എക്സ്ട്രാ ഫിംഗേഴ്സ് എന്ന കേസാണ്. ആ കേസ് എന്താണ്, എല്ലാരും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്താണ് അത് ഉണ്ടാക്കുന്നത് ശരിക്കും ഡോമിനന്റ് അലീലാണ്. പക്ഷെ ഈ ജീനോടൈപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, എല്ലാരും എന്ത് ചെയ്തോളുന്നില്ല, ഈ എക്സ്ട്രാ ഫിംഗേഴ്സ് കാണിച്ചോളണം എന്നില്ല. അപ്പൊ അത്തരം കേസുകളൊക്കെ എന്താ പറയാ, ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് പറയാം. അതായത് സം ഇൻഡിവിജ്വൽ ക്യാരി ദ ജീൻ ബട്ട് അപ്പിയർ നോർമൽ. അതെന്താണ്, ഈ പോളിഡാക്ടിലിക്കുള്ള ഡോമിനന്റ് ജീൻ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, അതെന്ത് ചെയ്യുന്നില്ല, അതില് എക്സ്ട്രാ ഫിംഗേഴ്സ് കാണിക്കുന്നില്ല. അതിനെ നമ്മൾ എന്ത് വിളിക്കും, അതെന്താണ്, ഇൻകംപ്ലീറ്റ് പെനിട്രൻസ് വിളിക്കുന്നത്. ഇനി ഈ പെനിട്രൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പെർസെന്റേജിലാണ്. ഓക്കെ, പെനിട്രൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ്. പിന്നെ നമ്മൾ ചോദിക്കാം, എങ്ങനെയാണ് ഈ ജീനോടൈപ്പ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ഫിനോടൈപ്പ് കാണിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില കാരണങ്ങളുണ്ട്. ഒന്നെന്താണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യാം, ഇതിനെ ഈ പെനിട്രൻസിനെ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ അതുപോലെ ചില മോഡിഫയർ ജീൻസ് എന്ത് ചെയ്യാം, ഇതിനെ എഫക്ട് ചെയ്യാം. അതുപോലെ ഏജ് ഒരു ഫാക്ടറാണ്. അതുപോലെ എന്താണ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഒക്കെ എന്താണ്, ഇതിന്റെ ഒരു ഫാക്ടറാണ്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി പെനിട്രൻസ് കാണാനുള്ള ഫോർമുല എന്ത്, പെനിട്രൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സ്പ്രസിംഗ് ഫിനോടൈപ്പ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻഡിവിജ്വൽ വിത്ത് ജീനോടൈപ്പ് ഇൻറ്റു 100. നമ്മൾ പറഞ്ഞു എന്താണ്, പെർസെന്റേജിലാണ് എന്ത് ചെയ്യുക, പെനിട്രൻസ് പറയാം. അതായത് എത്ര ഒരു പെർട്ടിക്കുലർ ജീനോടൈപ്പുള്ള എത്ര ആളുകള്, എത്ര ഇൻഡിവിജ്വൽസ്, എത്ര പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, അതിന്റെ എക്സ്പെക്റ്റഡ് ഫിനോടൈപ്പ് കാണിക്കുന്നു, അതാണ് എന്തുവരെ നമ്മൾ പെനിട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പെനിട്രൻസ് എന്താണെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്.